എല്ലാവരും മൗന പ്രാർത്ഥനയ്ക്ക് വേണ്ടി എണീറ്റ് നിൽക്കണമെന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രിയ സദസ്യരെ, പരമാവധി റോഡപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് ഈ ജനുവരി മാസത്തിൽ സംസ്ഥാന ഒട്ടുക്ക് നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ഇവിടെ ഇരിക്കുന്നവരിൽ തന്നെ ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അവയർനെസ് ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുള്ളവർ ഉണ്ടാകാം. ഏറ്റവും കൂടുതലായിട്ട് ഇതിനുവേണ്ടിയുള്ള അവയർനെസ് ക്ലാസ്സുകളാണ് സംസ്ഥാന ഒട്ടുക്ക് നടന്നു വരുന്നത്. അത് മാത്രമല്ല, നിരവധിയായ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. അക്കൂട്ടത്തിൽ സംസ്ഥാനത്ത് തന്നെ നടക്കുന്ന അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് കാഞ്ഞങ്ങാട് സഭാർത്തി ഓഫീസിലെ കലാഹൃദയമുള്ള ജീവനക്കാർ നേതൃത്വം നൽകിയ, പിന്നിൽ നിന്ന് അണിയിച്ചൊരുക്കിയ ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ പ്രദർശനം. ഈ സംസ്ഥാനത്ത് തന്നെ ഇത്തരത്തിലുള്ള ഷോർട്ട് ഫിലിമുകൾ, അതുപോലുള്ള കലാമൂല്യമുള്ള പ്രവർത്തനങ്ങൾ റോഡ് സുരക്ഷാ രംഗത്ത് വളരെ കുറവാണ്. ഇങ്ങനെ ഒരു മെച്ചപ്പെട്ട ഒരു ഷോർട്ട് ഫിലിം അണിയിച്ചൊരുക്കിയ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള ജീവനക്കാർ, അവരും ഇപ്പോൾ ഇവിടെയുണ്ട്. ഈ ഒരു പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. സമ്മേളനത്തിൽ അധ്യക്ഷനായിരിക്കുന്നത് റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങളിൽ മലബാറിൽ പൊതുവെയും കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകിച്ചും പ്രത്യേകമായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള കാസർഗോഡ് RTO സാജു സാറാണ്. സാജു സാറിനെ ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹത്തെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട സിനിമാ സംവിധായകൻ. സുരക്ഷാ മാസം എന്ന് പറയുന്ന ഒരു മാസം കൊണ്ട് തീരേണ്ട ഒരു പരിപാടിയായിട്ടല്ല അത്. വർഷങ്ങളെടുക്കുന്ന അല്ലെങ്കിൽ ഒരു ജീവിതകാലം മുഴുവനും വേണ്ട ഒരു പ്രവർത്തനമാണ് റോഡ് സുരക്ഷ എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ അന്തസ്സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മാസത്തേക്ക് ആ വളരെ അവയറാക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് റോഡ് സുരക്ഷാ മാസം എന്ന് പറയുന്ന ഇത് ആചരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ MD ആയിട്ട് വർക്ക് ചെയ്യുന്ന ശ്രീ ജയൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് സ്വീപ്പ് എന്നുള്ള പേരിൽ, ജയൻ എൻ്റെ കൂടെ ഒരുപാട് കാലമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഞങ്ങൾ ഒരുമിച്ച് പല ഓഫീസുകളിലും ജോലി ചെയ്തിട്ടുണ്ട്. ജയന്റെ കാലിബർ എനിക്ക് നന്നായിട്ട് അറിയുന്നതാണ്. ആദ്യമേ ജയനെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങി. ജയന് എല്ലാ ആശംസകളും. അതിനോട് കൂടെ അഭിനന്ദിക്കേണ്ട വേറൊരു കാണുന്നുണ്ട്. എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുമ്പോൾ ഏറ്റവും എന്താ പറയുക, തിരക്കുകളുടെ ഇടയിൽ കൂടെ ജോലി ചെയ്ത് പോകുന്നവരാണ്. വൈകുന്നേരമായ രാത്രി എത്ര മണിക്ക് എത്തുക എന്നറിയില്ല, രാവിലെ 7 മണിക്ക് തുടങ്ങുന്നു. ഇതിനിടയ്ക്കാണ് ജയൻ ഇതുപോലുള്ള പ്രവർത്തനത്തിന് സമയം കണ്ടെത്തുകയും അത് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യുകയും ഞാനത് കാണുകയുണ്ടായി. അതിനനുസരിച്ച് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു. ആ മേഖലയിലുള്ള ഒരുപാട് പേരുടെ സപ്പോർട്ടോട് കൂടി ചെയ്തതാണ്. പക്ഷെ ഇതിനെല്ലാം ജയന് പിന്നിൽ നിന്ന് സഹായിച്ച് ജയന്റെ കുടുംബമുണ്ട്. ഞങ്ങൾ സാധാരണ ഇതിൽ വീട്ടിലെത്തുമ്പോൾ ചോദിക്കും എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന്. അതിൻ്റെ ഇടയിലാണ് ഇത് കണ്ടത്. അപ്പൊ അവരെയും കൂടി അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല. അവർക്കും ഇതിനു വേണ്ടി സഹായ സഹകരണം ചെയ്ത അവർക്ക് എല്ലാ അഭിനന്ദനങ്ങളും ഈ കൂട്ടത്തിൽ നേരുന്നു. കൂടാതെ ഇന്നത്തെ അധ്യക്ഷൻ ഞാനിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടുള്ള ശ്രീ CB തോമസിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട. നമ്മൾ ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിൻ്റെ കണ്ടിട്ടുണ്ട്. നമുക്കൊരു യൂണിഫോംഡ് ഓഫീസർ എന്നുള്ള മുഖമല്ല അദ്ദേഹത്തെ കാണുമ്പോൾ വരിക, സിനിമയിലെ റോൾ ക്യാരക്ടറിന്റെ ഫേസ് ആണ് നമ്മൾക്ക് വരിക. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൂടി ഞാനും എൻ്റെ വൈഫും കൂടി ഇരുന്ന് അദ്ദേഹത്തിൻ്റെ 90 ദൃക്സാക്ഷി പോലുള്ള 2 സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് കാണുകയുണ്ടായി. അതിൽ വളരെയധികം അപ്രീസിയേഷൻ എൻ്റെ വൈഫ് പറയുന്നു. അത് നേരിൽ ഞാൻ ഈ സ്റ്റേജിൽ ഇരുന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ നമ്മളുടെ മുഖ്യ അതിഥി സെന ഹെഗ്ഡെ എന്നത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട പേരല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സാധാരണ നമ്മൾ സിനിമയിൽ പല കാര്യങ്ങളിൽ നമ്മൾ എഴുതി കാണുക എങ്ങനെയാണ്, മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ കേരള എന്നൊക്കെയാണ്. മെയ്ഡ് ഇൻ കാഞ്ഞങ്ങാട് എന്ന് എഴുതാൻ സഭയിൽ മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കാഞ്ഞങ്ങാട്ടുകാരനായ, നിങ്ങളുടെ അല്ലെങ്കിൽ മലബാറുകാരനായ നിങ്ങളുടെ എല്ലാം സെന ഹെഗ്ഡെയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഫിലിമില് 1744 ഒരു വൈറ്റ് ഓൾട്ടോ എന്ന് പറയുന്നത്, അതെ 1744 വൈറ്റ് ഓൾട്ടോ എന്നായിരുന്നു ഫിലിമിന്റെ പേര്. അതിലൊരു ഡയലോഗ് പറയുന്നത്, 2008 എനിക്കൊരു ബൊലേറോയാണ് ഉണ്ടായിരുന്നത്. അത് ചെറുതായിട്ട് കാല് കൊടുത്താൽ അത് തെങ്ങിന്റെ മേലെ നിൽക്കുമായിരുന്നു. ഇപ്പൊ നമ്മൾക്ക് ചെറുപ്പക്കാരായവരും അല്ലെങ്കിൽ ഇപ്പോഴുള്ളവർ പലപ്പോഴും ചെറുതായിട്ട് കാല് കൊടുക്കുകയും തെങ്ങിന്റെ മേലെയും പോസ്റ്റിന്റെ മേലെയും വീടിന്റെ മേലെയും ഒക്കെ കയറാറുണ്ട്. പിന്നെ തിരിച്ചു കയറുന്നത് അവരെ തളപ്പ് പിന്നെ ഇട്ട് കിടക്കുന്ന ഹോസ്പിറ്റലിലാണ് കാണുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഓടിക്കണം എന്നുള്ള ഇതിൽ അദ്ദേഹത്തെ നമ്മൾ പ്രത്യേകം പരിചയപ്പെടുത്തുന്ന ഒരു കൂട്ടത്തിൽ ആ
ഫിലിമുകളും വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹത്തിന്റെ. പത്മിനി എന്ന് പറയുന്ന ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ അവീതം എന്ന് പറയുന്ന ഫിലിം എല്ലാം വളരെ ശ്രദ്ധേയമായി നാട്ടുപുറത്തുകാരുടെ ഭാഷയിൽ സംസാരിക്കുന്ന സിനിമകളാണ്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ പലപ്പോഴും പറയാറുണ്ട് അവരെ കാസ്റ്റ് ചെയ്യുന്നതും മറ്റുള്ളവരെ പങ്കെടുപ്പിക്കുന്നതിൻ്റെതുമായ എല്ലാ കാര്യങ്ങളും. അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടെ ഇങ്ങോട്ട് ക്ഷണിച്ചതിൽ നമ്മളോടൊപ്പം ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചത് അദ്ദേഹത്തെയും എൻ്റെ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലുള്ള നന്ദികൾ അറിയിക്കുന്നു. കൂടാതെ കൂടെ ഇരിക്കുന്ന മധുസാറ്, അതുപോലെ വിജയൻ, എല്ലാവരും സ്റ്റേജിലുള്ള എല്ലാ ആളുകളും എന്നോടൊപ്പം വർക്ക് ചെയ്ത ആളുകൾ തന്നെയാണ്. അവർക്കും ഈ നമ്മളുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ റോഡ് സുരക്ഷാ മാസം എന്ന് പറയുന്ന ആ അന്തസ്സത്തിൽ അതിൻ്റെ കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഇറക്കുന്ന ഈ ഫിലിം പ്രദർശന സൂചിപ്പിക്കുന്ന എല്ലാ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ജയനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. കാരണം നമ്മൾ പറയുന്നതും നമ്മൾ ചെയ്യുന്നതും കാണാനും കേൾക്കാനും ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അർത്ഥമുള്ളൂ. എന്തായാലും പ്രമുഖ ഗംഭീരമായ ഈ ചടങ്ങിൻ്റെ ബഹുമാന്യായ അധ്യക്ഷൻ എൻ്റെ പ്രിയ സുഹൃത്ത് സാജു സാർ, പിന്നെ ഒപ്പം ഇരിക്കുന്ന മുൻ RTO മധു സാർ, എൻ്റെ പ്രിയ സുഹൃത്ത് സെന്നഹന്റെ, ജയ വിജയന്മ, വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, ഒരുപാട് പേർക്ക്. കാരണം നാളെ എൻ്റെ ഒരു സിനിമ ഇനി കാസർഗോഡേക്ക് പോകണം. RTO വിളിക്കുന്നവർ അല്ലെങ്കിൽ MPD വിളിക്കുന്നവർ പ്രോഗ്രാം വന്നിരിക്കുന്ന നാളെ ആ ഒരു പേടികളോട് വരാതിരിക്കട്ടെ. കറക്റ്റ് 2:15 തന്നെ ഇവിടെ എത്തി. ടാക്സുകാരുടെയായിരുന്നു ഇൻകം ടാക്സുകാരുടെ സ്റ്റാഫിന്റെ റിക്രിയേഷൻ ക്ലബിന്റെ ഒരു ഉദ്ഘാടനം. 17 പേരേ ഉള്ളൂ, പക്ഷെ പോയേ പറ്റുള്ളൂ. കിട്ടിയ ടാക്സ് അവർ എവിടെ വെച്ച് വേണമെങ്കിൽ നമുക്കിട്ട് പണി തരാം. തമാശ പറഞ്ഞാൽ അങ്ങനെയല്ല, കൃത്യമായിട്ടുള്ള കാര്യങ്ങളെ 2 ഡിപ്പാർട്ട്മെന്റുകാരും ചെയ്യുന്നുള്ളൂ, ചെയ്തു വരുന്നുള്ളൂ. അത് മാത്രമേ ഉള്ളൂ, തമാശയായിട്ട് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നമ്മൾ ഒരു 1000 സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചാലും കിട്ടാത്ത ഇഫക്റ്റാണ് നമുക്ക് ഒരു വിഷ്വൽ മീഡിയയിലൂടെ കിട്ടുന്നത്, പ്രത്യേകിച്ച് സിനിമ. കാരണം ഞാൻ ഒരു പോലീസ് ഓഫീസറായിട്ട് ഇപ്പോൾ 23 വർഷമായി. എന്നെ ആൾക്കാർ പോലീസ് ഓഫീസറായിട്ടും എന്നെ ഓർത്തിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് തൊണ്ടിമുതലും ദൃക്സാക്ഷി എന്ന് പറഞ്ഞ സിനിമ തന്നെയാണ്. കാരണം ആ ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ എല്ലാവർക്കും ശ്രദ്ധിക്കാനായിട്ട് സാധിച്ചു. അത് ആ സിനിമയുടെ പ്രത്യേകതയാണ്. ആ സിനിമയ്ക്ക് 3 നാഷണൽ അവാർഡും ഇന്റർനാഷണൽ അവാർഡും കിട്ടി, നമ്മുടെ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ആ ഒരു വിഷ്വൽ മീഡിയയിലൂടെ മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുമെങ്കിൽ ഇത് വലിയൊരു വിജയമാണ്. ഈ കൊടുക്കുക, ഇതാണ് ഇതിന്റെ ലക്ഷ്യം. ഈ പേര് കൊണ്ട് തന്നെ ഈ ഷോർട്ട് ഫിലിം വളരെയധികം ശ്രദ്ധിക്കപ്പെടും. പിന്നെ ഇത് ഇന്നിൻ്റെ ഒരു ആവശ്യമാണ്. കാരണം ഏറ്റവും അധികം മര്യാദയും പരസ്പര ബഹുമാനവും സ്നേഹവും സഹകരണവും ഒക്കെ വേണ്ടത് എവിടെയാണെന്നറിയാമോ? റോട്ടിലാണ്. നമ്മുടെ പിന്നെ ഇവിടെ ഇപ്പം ലോകത്ത് നടക്കുന്ന പല പ്രകൃതി ദുരന്തങ്ങളിലെ മരണങ്ങളുടെ കണക്കെടുത്താൽ പോലും അപകടങ്ങളിലൂടെ സംഭവിക്കുന്ന മരണത്തിന് കണക്ക് എത്തില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ ദിവസവും ഓരോന്ന് സംഭവിക്കുമ്പോൾ, ആരുടെയെങ്കിലും സഹോദരങ്ങളോ ഭാര്യയോ മക്കളോ മരിക്കുമ്പോൾ നമ്മളെ അത് ബാധിക്കുന്നത് നമുക്ക് തോന്നും. പക്ഷേ നമ്മുടെ കുടുംബത്തിലാണ് അത് സംഭവിക്കുന്നതെങ്കിൽ എവിടെയെത്തും നമ്മുടെ വേദന? അത് നമ്മുടെ മകനോ മകളോ സഹോദരനായ എന്തായിരിക്കും അവസ്ഥ? മനസ്സിലാക്കുക. അതിനുള്ളൊരു അവയർനെസ് ഈ സ്വീപ്പിലൂടെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഞാനൊരിക്കൽ യൂറോപ്പിൽ ഒരു യാത്ര നടത്തി. ആ യാത്ര നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ ഏറ്റവും നല്ല സ്വഭാവത്തിൽ ഏറ്റവും നല്ല ഭാഗങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത് റോഡിലാണ്. കാരണം ഞാൻ പോകുന്ന വണ്ടിയിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ പെട്ടെന്ന് വണ്ടി ലെഫ്റ്റിലേക്ക് വെട്ടിച്ച് മാറ്റിയപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ പെട്ടെന്ന് മാറ്റുന്നത്? പുറകിൽ വരുന്ന ആൾക്ക് എന്തോ അത്യാവശ്യമുണ്ട്, അത്ര ഫാസ്റ്റായിട്ടാണ് വരുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ അവൻ അത്രയും സ്പീഡിലോടെ അവനെ വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു മത്സരത്തിന്റെ രീതിയിലേക്ക് പോവാണ്. അത് അപകടങ്ങളിലേക്ക് എത്തിക്കും. വാശിയല്ല വേണ്ടത്, സ്നേഹവും സഹകരണവും ക്ഷമയുമാണ് നമ്മൾ റോഡിൽ കാണിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാ വിധത്തിലും നിങ്ങളിൽ ഓരോരുത്തർക്കും ഇതിൽ പൊതുജനങ്ങളായ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ഓഫീസിലിരിക്കുന്നവരും മോട്ടോർ വെഹിക്കിളിന്റെ ഡ്രൈവിംഗ് സ്കൂളിലെ ആൾക്കാർക്കൊക്കെ മിക്കവർക്കും ഇത് അറിയാം. പക്ഷെ പുറത്തുള്ള ആൾക്കാർക്കാണ് ഇത് അറിയേണ്ടത്. അതുകൊണ്ട് ഇത് ഓരോരുത്തരും കാണുക, കണ്ട് ഷെയർ ചെയ്ത് മാക്സിമം ജനങ്ങളിലേക്ക്, സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്താൽ മാത്രമേ ഈ ഒരു ഉദ്യമത്തിന് വിജയം ഉണ്ടാവുള്ളൂ. ആ ഒരു സഹകരണം എല്ലാവരുടെ പ്രതീക്ഷിച്ചുകൊണ്ട് വളരെയധികം സന്തോഷത്തോടെ ഈ ഷോർട്ട് ഫിലിമിന്റെ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുകയാണ്. എനിക്കത്
സുരക്ഷാ മാസാചരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ ചെക്കിങ്ങിൽ കൃത്യമായി നിയമം പാലിച്ചവർക്കും അതുപോലെ വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുമുള്ള സമ്മാനദാന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കൃത്യമായി നിയമം പാലിച്ച ഇരുചക്ര വാഹന ഡ്രൈവർമാർക്കുള്ള സമ്മാനദാനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ആർടിഒയെ ക്ഷണിക്കുന്നു. ഫാത്തിമത്ത് മാണിക്കോത്ത്, ദേവിക നീലേശ്വർ, അടുത്തത് അഭിജിത്ത് മടിക്കൈ. അഭിജിത്ത് മടിക്കൈ എത്തിയിട്ടുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്വീപാക്കുന്ന ആളുകൾക്ക് അപ്പം തന്നെ ഇപ്പൊ നമുക്ക് വരമ്പത്ത് തന്നെയാണ് കൂലി എന്ന് പറയും അല്ലെ, അപ്പം തന്നെ കിട്ടുന്നതാണ്. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആരെയും ബോധിപ്പിക്കാനല്ല ഇത് ചെയ്യുന്നത്. സ്വന്തം ഒരു അവബോധം ഉണ്ടാവണം, സ്വന്തം ഒരു തോന്നലുണ്ടാവണം. അത് പഠിപ്പിക്കുകയാണ് ഇതിനകത്ത്, മനസ്സിലാക്കുകയാണ്. താങ്ക് യു സോ മച്ച്. സോ ഞാൻ എല്ലാ ദിവസവും So Janum, his name is Max. We go for a drive every day. Pretty much I should manage a single energy. So Kanavat town, Nileshwar, Kagi. So at least once a day, I would say in my mind, too many bloody idiots on the road. Thanks to these people, because these are the ones who give them license. So I'm just joking. So basic point is like, most of the time I'm calm and soft spoken. One bit of actually, I don't know, there's this aggressive nature that automatically comes in all of us. Suddenly urgency, we feel that urgency. We don't want to give way to where after we won't stop, we will go. That aggressive nature, that I think is one of the main reasons we have most of the accidents and mishaps that happen on the road. So one of the try to through social media or through films or whatever, try to do these videos which are preachy, but it make a connection. I follow Kerala Police. They make jokes. They keep it very funny and I work in advertising. And one of my main clients when I was working in Dubai was RTA, which is Road Transport and Authority of UAE. So I've done plenty of communication and ads and short films and commercial strategies. So when I watched this short film, I got that feel because try to reach people through emotion. So yeah, my hats off to Mr. Jain sir for doing this film, and especially with all the time constraints he has taken the time to go and work on the weekends and effectively produce and direct the film. So congratulations, and hopefully we'll see more of this from Kalinga Special Art Office. Thank you. പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, 2 മിനിറ്റ് നേരം കൊണ്ട് വളരെ വലിയൊരു മെസ്സേജാണ് നമുക്കിപ്പോൾ പാസ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയ മിനിറ്റേ ഉള്ളൂ, പക്ഷെ അതൊരു വലിയൊരു മെസ്സേജാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു ഹെൽമെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു സാധനമാണ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ജയനോട് ശരിക്കും എനിക്ക് അസൂയാണ് തോന്നുന്നത്. ഞാൻ ഡിപ്പാർട്ട്മെന്റ് റിട്ടയറായിട്ട് 5 വർഷം കഴിഞ്ഞു. ആ സമയത്തൊക്കെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഞാനും വിജയനും അതുപോലെ തന്നെ ഒരുപാട് സാധ്യമൊക്കെ ഒരുപാട് റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാണ് കളക്ടർ. ജയൻ വളരെ ചെറിയൊരു സൈലന്റ് ആയിട്ട് ഉള്ള ഒരു ഉദ്യോഗസ്ഥരാണ്. പക്ഷെ ഇത്രയും വലിയൊരു കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്
എത്ര അഭിനന്ദിച്ചാലും ശരിക്കും മതിയാവില്ല. ചില കവിതകളൊക്കെ ചിലപ്പോൾ ട്രെയിനിൽ നിന്നൊക്കെ നമ്മളൊന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ കവിതകളൊക്കെ എഴുതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു വാസന അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. ഇനിയും ഇതൊക്കെ പറയും. നമുക്ക് ഈ കാഞ്ഞങ്ങാട് നീലേശ്വരം ഭാഗത്തൊക്കെ ആൾക്കാർക്ക് അറിയാം. അപ്പം ആ ഒരു പേര് തന്നെ അന്വർത്ഥമാക്കുന്ന ഒരു ചെറിയ ഷോർട്ട് ഫിലിം തന്നെയാണ് ഇതിന് മനസ്സിലാവുന്നത്. ഇത് ഒരു കേരളമല്ല, ഇന്ത്യയിൽ ഒട്ടാകെ ഇതിൽ പ്രചരിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് കലാസൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെ വിരൽത്തുമ്പിൽ നിന്നും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വിജയൻ അടക്കമുള്ള ജോനാറ്റ് അടക്കമുള്ളവരെ പ്രശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് സംസാരിക്കാൻ ക്ഷണിക്കുകയാണ്.